ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ മാളയ്ക്കടുത്ത് ചെയ്യുന്ന ഒരു സൈറ്റാണ്. 1500 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ വാർക്ക ഒരു ലെവലിൽ വരെ വർക്ക് എത്തിയിട്ടുണ്ട്. നാളെയാണ് ഇവിടുത്തെ മെയിൻ വാർക്കയുടെ കോൺക്രീറ്റ് വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സൈറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ചോദിക്കേണ്ടത് എവിടേക്കാണ് നമ്മൾ വർക്ക് എടുക്കുന്നത് എന്നുള്ളത്. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഇപ്പോൾ സാധാരണ നമ്മൾ വർക്കുകൾ ചെയ്യുന്നത്. കൂടുതൽ അറിയാനായിട്ട് താഴെ കൊടുത്തിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഹായ്, 3.5 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 790 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനും ഡിസൈനും ആ വീട് നിർമ്മിക്കുന്നതിനായിട്ട് ഏകദേശം എത്ര ചെലവ് വരും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഞാൻ ഹനി, ഹനിദാസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനും വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരെ വീഡിയോയിൽ കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വീടിന്റെ പ്ലാനും അതിന്റെ 3D പ്ലാനൊക്കെ ഒന്ന് കാണാം. ഇത് ഈ വീടിന്റെ 3D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ലിവിംഗ് ഹാൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് ഡൈനിങ് വരുന്നുണ്ട്. ഇവിടെയാണ് കിച്ചൺ. 2 ബെഡ്റൂമുകൾ കാണാവുന്നതാണ്. ഇവിടെ ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഈ വീടിന്റെ 2D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 364-130 സെന്റിമീറ്റർ എന്ന അളവിലാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. 320-420 സെന്റിമീറ്റർ എന്ന അളവിലാണ് ലിവിംഗ് ഹാൾ വരുന്നത്. ഇവിടെയായിട്ട് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. 290-300 സെന്റിമീറ്റർ എന്നാണ് ഡൈനിങ് ഏരിയയുടെ അളവ്. ഇവിടെയായിട്ട് കിച്ചൺ, ഇവിടെ ഒരു കോമൺ ബാത്റൂം കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 320-358 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ സൈസ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 290-388 സെന്റിമീറ്റർ എന്ന അളവിലാണ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. വീടിന്റെ പ്ലാനും ഡിസൈനുകളും കണ്ടല്ലോ. നമുക്ക് ഈ വീട് നിർമ്മിക്കുന്നതിനായിട്ട് ഏകദേശം എത്ര ചെലവ് വരും എന്നുള്ളത് നോക്കാം. ഇത് വളരെ ബജറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു റേറ്റ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് റേറ്റിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് എർത്ത് വർക്ക് 11,000 രൂപയോളം വരുന്നുണ്ട്. അടുത്തത് കരിങ്കല്ലിന്റെ വർക്ക് വരുന്നത് 1,31,000 രൂപയാണ്. അതിന് മുകളിൽ വരുന്ന ബെൽറ്റ് കോൺക്രീറ്റ് 41,000 രൂപ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആകെ 1,83,000 രൂപയാണ് നമുക്ക് ഫൗണ്ടേഷന്റെ ബെൽറ്റ് കഴിയുന്നത് വരെ നമുക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അടുത്തായിട്ട് അതിൽ വരുന്ന എർത്ത് ഫില്ലിങ് 54,000 രൂപയാണ് വരുന്നത്. നമുക്ക് സൈറ്റിൽ നിന്ന് തന്നെ മണ്ണ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു കോസ്റ്റ് ഒഴിവാക്കാവുന്നതാണ്. അതിന് മുകളിൽ വരുന്ന PCC ഫ്ലോറിങ് 42,000 രൂപ. ബ്രിക്ക് വർക്ക് 2 ലക്ഷം രൂപ. ലിൻഡൽ സൺഷെയ്ഡ് 83,000 രൂപ. റൂഫ് സ്ലാബ് 1,76,000 രൂപ. അപ്പൊ അങ്ങനെ ആകെ നമുക്ക് മെയിൻ വർക്ക് കഴിയുന്ന സമയത്ത് 6,50,000 രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കേണ്ടത്. പിന്നീട് അതിന്റെ പ്ലാസ്റ്ററിങ് 1,73,000 രൂപ. പെയിന്റിങ് 1,31,000 രൂപ. ടൈൽ വർക്ക് 1,36,000 രൂപയും വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് 1,14,000. ഡോർസ് ആൻഡ് വിൻഡോസ് 1,75,000. അതുപോലെ തന്നെ മറ്റ് ചിലവുകൾക്കായിട്ടൊരു 25,000 രൂപയും നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആകെ 15 ലക്ഷം രൂപയാണ് ഈ വീട് നിർമ്മിക്കുന്നതിന്റെ ഏകദേശ ചെലവ് വരുന്നത്. ഇത് വളരെ ബജറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു റേറ്റ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ഒക്കെ കോസ്റ്റ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ ഇനി വീട് നിർമ്മിക്കുമ്പോൾ അതിനനുസരിച്ച് നിർമ്മാണ ചെലവിൽ വർധനവ് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പൊ ഇതിൽ വളരെ കുറഞ്ഞൊരു റേറ്റ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ 1,903 രൂപയാണ് ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.